30ാമത് IFFK അതിൻ്റെ അവസാന ദിവസത്തിലേക്ക് കടക്കുകയാണ്. IFFK എന്നാൽ കണക്കുകൂട്ടലുകളുടെ കൂടി ഒരു ചലച്ചിത്ര ഉത്സവമാണ്. കാരണം കൂട്ടിയും കിഴിച്ചുമാണ് ഓരോരുത്തരും പല സിനിമയ്ക്കും പോകുന്നത്. ചിലവർക്ക് അത് ശരിയാവില്ല, ചിലവർക്ക് അത് ശരിയാവും. അങ്ങനെ ശരിയായവരുടെയും ശരിയാവാത്തവരുടെയും അവരുടെ സിനിമ എക്സ്പീരിയൻസുകളും കിട്ടാതെ പോയ സിനിമകളും നമുക്ക് ചോദിച്ചു നോക്കാം. സീക്രട്ട് ഏജൻറ് ഇഷ്ടമായിരുന്നു. അത് ബ്രസീലിയൻ മൂവിയാണ്. അതൊരു അതായത് ഒരു ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളായിട്ട് ഒക്കെ പോകുന്ന സിനിമയാണ്. പിന്നെ ഇന്ത്യൻ സിനിമയിൽ ഡോൺ ടെൽ മദർ എന്ന് പറഞ്ഞിട്ടൊരു പടം ഉണ്ടായിരുന്നു. അത് ആക്ച്വലി നൈസ് പടമായിരുന്നു. അതൊരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടാണ്. നമ്മൾ ഫസ്റ്റ് വന്ന് കണ്ടത് കാത്തിരിപ്പാണ്. അത് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ട കിഡ്കി ഗാവ് എന്നൊരു സിനിമയുണ്ട്. അത് രണ്ടും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അത് രണ്ടും ഒന്ന് ഇൻ്റർനാഷണൽ കോമ്പറ്റീഷനാണ്, ഒന്ന് മലയാളം സിനിമ നോവാണ്. എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത്? അതിൽ കിഡ്കി ഗാവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതൊരു യങ് കപ്പിൾസിൻ്റെ കപ്പിൾ എന്ന് പറയാൻ പറ്റില്ല, ബെസ്റ്റ് ഫ്രണ്ട്സ്. അവർ ലിവിങ് ടുഗദർ പോലെയാണ്. അപ്പോൾ അവരൊരു ഡൽഹി പോലൊരു നഗരത്തിൽ പോയിട്ട് അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന സ്ട്രഗിൾസ്, പിന്നെ അവരുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെ അവരുടെ ഇമോഷൻസ് അല്ലെങ്കിൽ അവരുടെ അംബീഷൻസ് എങ്ങനെ ക്യാച്ച് ചെയ്യുക, അല്ലെങ്കിൽ അതിനുവേണ്ടി ഫോളോ ചെയ്യുന്ന ആ കാര്യങ്ങളെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഡൽഹി എന്ന് പറയുന്ന നഗരം നമുക്കൊരു ഐഡിയ കിട്ടും. കാണാത്തവർക്കാണെങ്കിൽ പോലും എങ്ങനെയാണ് ഡൽഹി, അതിൻ്റെ ഔട്ട്സ്കേർട്സ് ഒക്കെ കൃത്യമായിട്ട് അതിലവർ കാണിച്ചിട്ടുണ്ട്, പോർട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ചൈനീസ് പടങ്ങൾ കുറേ കണ്ടിട്ടുണ്ട്. അതെല്ലാം തന്നെ എൻ്റെ എക്സ്പെക്റ്റേഷന് പുറമേ ഒന്നും അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈക്ക് എല്ലാവരും പറയും ചൈന 50 വർഷം മുമ്പിലാണ്. സിനിമയുടെ കാര്യത്തിൽ അങ്ങനെയാണെന്ന് അറിയുന്നത് ഞാൻ ഇപ്പോൾ തന്നെയാണ്. ഇതെൻ്റെ ഫസ്റ്റ് IFFK ആണ്, എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണിത്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ എനിക്ക് അതാണ് പറയാനുള്ളത്. അപ്പോൾ ചൈനീസ് ഫിലിംസ് ഇൻ ജനറൽ ആർ റിയലി ഗുഡ്. സ്പെസിഫിക് ആയിട്ട് സിനിമ ഐ ഡോണ്ട് റിമെമ്പർ ദ നെയിം. ഒരു ആനിമേറ്റഡ് ഫിലിം ആയിരുന്നു അത്. കേട്ടില്ല. ആർക്കും അല്ല, ദ ഗേൾ ഹു സ്റ്റോൾ ടൈം. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സാഡ് ആൻഡ് ദ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ ഒരു മൂവി ആയിരുന്നു. നല്ല രീതിയിൽ ഹ്യൂമൺ ഇമോഷൻസ് ആണെങ്കിലും നല്ല രീതിയിൽ കൺവേ ചെയ്തിട്ടുണ്ടായിരുന്നു. വാറിൻ്റെ കൺസെപ്റ്റും അതിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും അതിനകത്തൊരു സിനോപ്സിസിൽ മാഗ്നറ്റിക് റിലേഷൻ എന്നുള്ള കൺസെപ്റ്റാണ് പറഞ്ഞത്. നമ്മൾ കുറേ ക്ലീഷകൾ കണ്ടിട്ടുണ്ടെങ്കിലും അതിനകത്ത് ത്രൂ ഔട്ട് എങ്ങനെയാണ് ആ ഒരു റിലേഷൻ അല്ലെങ്കിൽ ആ റൊമാൻറ്റിസിസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അതേപോലെ അതിൻ്റെ ഇമേജ് ആണെങ്കിലും ക്യാരക്ടേഴ്സ് ആണെങ്കിലും അത്യാവശ്യം നല്ല കുറച്ച് അത്യാവശ്യം നല്ല ഡെപ്ത് ഉള്ള മൂവിയായിരുന്നു. എൻ്റെ ബെസ്റ്റ് മൂവി ഫുൾ പ്ലേറ്റ് ആയിരുന്നു. എല്ലാം ഉണ്ടായിരുന്നു. ലൈക്ക് കൊമേഴ്ഷ്യൽ മൂവി വൈബല്ല, ബട്ട് സ്റ്റിൽ ഒരുപാട് എലമെന്റ്സ് ഉള്ള സെന്റിമെന്റൽ വാല്യൂസ് ആണെങ്കിലും റിലീജിയസ്, പൊളിറ്റിക്കൽ, അങ്ങനെ ഒരുപാട് കൊണ്ടുവന്നിട്ടുള്ള ഭയങ്കര ഒരു രസമുള്ള, അതായത് എന്റർടൈനിങ് ആണ്, സ്റ്റിൽ ഒരു അവേക്കനിങ് ആയിട്ടുള്ള ഒരു മൂവിയായിരുന്നു. അത്യാവശ്യം ഇഷ്ടപ്പെട്ടത് ദേ വിൽ ഓൾ ബി ഡസ്റ്റ് ഉള്ളായിരുന്നു. പിന്നെ സാഡ് ആൻഡ് ബ്യൂട്ടിഫുൾ വേൾഡ്, അതും അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ദ ഡോട്ടർ എന്ന് പറഞ്ഞ മൂവി നല്ല ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ക്ലൈമാക്സ് നല്ല ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. ബാക്കി സിനിമകളൊന്നും ക്ലൈമാക്സ് അങ്ങനെ എല്ലാവരും സ്ലോ പേസ്ഡ് ആണ് പോകുന്നത്, പക്ഷേ ഇതിൽ ക്ലൈമാക്സ് ആണ് മെയിൻ. അപ്പം അതുകൊണ്ട് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. സാഡ് ആൻഡ് ബ്യൂട്ടിഫുൾ വേൾഡ് നല്ലപോലെ ഇഷ്ടമായി. ഇറ്റ് വാസ് എ ഗുഡ് മൂവി. ഒരു ഹിന്ദി മൂവി ഷാഡോ ബോക്സ് എന്ന് പറയുന്ന അത് നല്ലതായിട്ട് തോന്നി. പിന്നീട് നമുക്കിപ്പം IFFKയിൽ വിലക്ക് വന്നിരിക്കുന്നൊരു ബീഫ് എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഉണ്ടായിരുന്നു. എനിക്ക് ഫസ്റ്റ് ഞാൻ കണ്ട മൂവി അതായിരുന്നു. ഇത് ഏതെങ്കിലും സിനിമ മിസ് ഔട്ട് ആയോ? ആൻറ്റിസിപ്പേറ്റഡ് ഏതെങ്കിലും? സെന്റിമെന്റൽ വാല്യൂ ഒക്കെ അത്യാവശ്യം നല്ല റിവ്യൂ ഉണ്ടായിരുന്നു, പക്ഷെ അത് കാണാൻ പറ്റിയില്ല. സിറാത്ത് എന്ന മൂവി നമ്മൾ വളരെ ആഗ്രഹിച്ച് ക്യൂ നിന്നു. കുറേ നേരം മണിക്കൂറുകളോളം ക്യൂ നിന്നു, എന്നിട്ടും കിട്ടിയില്ല. ആൽഫ എന്ന് പറഞ്ഞ പടം കാണണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. 2 തവണ എനിക്ക് ബുക്കിംഗ് കിട്ടിയിട്ടില്ല. ജസ്റ്റ് ആക്സിഡന്റ് പറഞ്ഞൊരു അത് സെന്റിമെന്റൽ വാല്യൂ ഇതൊന്നും കിട്ടിയില്ല. ഫുൾ പ്ലേറ്റ് കാണാൻ ഇവിടെ എത്താൻ സമയം കിട്ടിയില്ല, താമസിച്ചു പോയി, അങ്ങനെ മിസ്സായ സിനിമയായിരുന്നു.